ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനാ സംവിധാനം നിലവിൽ വന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതം പൂർത്തീകരണത്തോടെ നിലവിൽ വന്ന ശരീഅത്ത് നിയമങ്ങൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച ഭരണ സംവിധാനം നിലവിൽ വന്നത് എന്നത് എത്ര ഇസ്ലാം മതവിശ്വാസികൾക്കറിയാം. ആ കാലഘട്ടം പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന കാലവും അടിമത്തമുള്ള കാലവും ഗോത്രങ്ങൾ തമ്മിൽ കൊലയും കൊള്ളയും പീഡനവും അക്രമവും കാരണം ജീവിക്കാൻ ഭയപ്പെടുന്ന കാലം, മോശപ്പെട്ടവരായ ഗോത്രതലവന്മാർ ഭരിക്കുന്ന കാലത്താണ് ഖലീഫ ഭരണം നിലവിൽ വന്നത്. കറുത്തവൻ വെളുത്തവനെന്നോ വിവേചനമില്ലാതെ, താഴ്ന്ന ജാതി ഉയർന്ന ജാതിയെന്നോ ഇല്ലാതെ, പണക്കാരൻ ദരിദ്രനെന്നോ വിവേചനമില്ലാതെ, രാജാവിനെപ്പോലെയോ ഗോത്രതലവനെപ്പോലെയോ നേതാവിനെപ്പോലെയോ പണ്ഡിതനെപ്പോലെയോ ജീവിക്കാതെ ഒരു സാധാരണ മനുഷ്യനെപ്പോലെ ജീവിച്ച് ഇസ്ലാമിനെ ജീവിതത്തിലൂടെ പകർത്താൻ കാണിച്ചുതന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞങ്ങളുടെ മാതൃകയാവേണ്ടത്. ഭരണകാലത്ത് ആ നാട്ടിൽ യൂതന്മാരും ക്രിസ്ത്യാനികളും മറ്റു ചില വിഭാഗക്കാരുമുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ നിഷ്പക്ഷമായിരുന്നു ഭരണം. ജനങ്ങൾ ഒരറിവും വിജ്ഞാനവും കഴിവും സത്യസന്ധതയും ദീർഘവീക്ഷണവും പാണ്ഡിത്യവുമുള്ള ഖലീഫയെ തിരഞ്ഞെടുക്കും. ആ ഖലീഫയുടെ കീഴിൽ ഓരോ വലിയ പ്രദേശത്തും ഓരോ ഗവർണർമാരായി, ജനങ്ങളിൽ നിന്ന് ഓരോ സാധാരണക്കാരനായ ഗവർണറായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ഗവർണറുടെ കീഴിൽ ആ പ്രദേശത്തിലെ ഓരോ ഭാഗത്തും സാധാരണക്കാരിൽ നിന്നും ഓരോ സാധാരണക്കാരായ ഗവർണറുടെ അനുയായികൾ. ഇവരെ നിരീക്ഷിക്കാൻ ഖലീഫയുടെ കുറച്ച് സാധാരണക്കാർ സൈന്യത്തെയോ ഭടന്മാരെയോ നിയോഗിക്കും. ജനങ്ങളുടെ നന്മയ്ക്കും വികസനത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിദ്യാഭ്യാസം, ദാരിദ്ര്യനിർമ്മാർജ്ജനം, തൊഴിൽ തുടങ്ങിയവ ജാതി മത വ്യത്യാസമില്ലാതെ ഭരിക്കുന്ന രീതിയാണ് ഇസ്ലാമിക ഖലീഫ.